Hi students, welcome to the online classes in mathematics for plus 2 students. ന്യൂക്ലിയസിലെ ഓൺലൈൻ ക്ലാസ് മാത്തമാറ്റിക്സിൻ്റെ ആദ്യത്തെ ദിവസമാണ് ഇന്ന്. നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത് കഴിഞ്ഞ വർഷം പഠിച്ച പല ചാപ്റ്ററുകളുടെയും കണ്ടിന്യൂഷൻ ചാപ്റ്ററുകളാണ്. ആയ ഒന്നോ രണ്ടോ ചാപ്റ്ററുകൾ മാത്രമേ നമ്മൾ ഫ്രഷായിട്ട് നമ്മൾ പഠിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഇയർ ടോപ്പിക്കിനെ കുറിച്ച് വളരെ നല്ല ഒരു അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെക്കൻഡ് ഇയർ നല്ലതുപോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കൂ. ഈ വർഷം കഴിഞ്ഞ വർഷം നമ്മൾ ഒറ്റ ടെക്സ്റ്റ് ബുക്കാണ് പഠിച്ചതെന്നുണ്ടെങ്കിൽ ഈ വർഷം നമുക്ക് മാത്തമാറ്റിക്സിൽ 2 ടെക്സ്റ്റ് ബുക്കുണ്ട്, പാർട്ട് 1ഉം പാർട്ട് 2. ഓക്കെ, ആദ്യത്തെ പാർട്ടിനകത്ത് നമുക്ക് മൊത്തം 6 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. ഈ 6 ചാപ്റ്റേഴ്സുകളിൽ വെറും 2 ചാപ്റ്ററുകൾ മാത്രം ഫ്രഷ് ചാപ്റ്റേഴ്സ് ആയിട്ടും, അതായത് നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു പുതിയൊരു കൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുന്നത് 2 ചാപ്റ്റേഴ്സുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി 4 ചാപ്റ്റേഴ്സും നമ്മുടെ പ്ലസ് 1ൽ നമ്മൾ പഠിച്ച ടോപ്പിക്കുകളുടെ കണ്ടിന്യൂഷനാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലസ് 1നെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കൂ. എനിഹൗ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ആ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ചാപ്റ്റേഴ്സുകൾ 6 ചാപ്റ്റേഴ്സുകളുണ്ട്. ആ 6 ചാപ്റ്റേഴ്സുകളുടെ ഒരു ഇൻട്രൊഡക്ഷൻ, എന്താണ് അതിനകത്തുള്ള കണ്ടന്റ്, ആ ചാപ്റ്റേഴ്സുകളിൽ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ചാപ്റ്ററുകളിൽ നമ്മുടെ ഫസ്റ്റ് ഇയറിലെ ഏത് ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ സെറ്റ്സും സെക്കൻഡ് ചാപ്റ്ററായിട്ട് നമ്മൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസും പഠിച്ചു. ആ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വന്നിരിക്കുന്ന ചാപ്റ്റർ അതേ പേരിൽ തന്നെയാണ് നമുക്ക് ഇവിടെയും ഫസ്റ്റ് ചാപ്റ്ററായിട്ട് വന്നിരിക്കുന്നത്, ചാപ്റ്റർ 1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഞാൻ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതും ഇതേ ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുള്ള റിലേഷൻസ് എന്താണ്, ഫങ്ഷൻസ് എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസ്, അതുമായിട്ട് ബന്ധപ്പെട്ട തിയറംസ്, അതുമായിട്ട് ബന്ധപ്പെട്ട റിസൾട്ട്സുകൾ, ഇതെല്ലാം നമുക്ക് നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ വർഷത്തെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ നല്ല എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്, സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആണ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ആദ്യത്തെ ചാപ്റ്ററിനകത്ത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിനകത്ത് നമ്മൾ പഠിക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഇൻവേഴ്സ് ഓഫ് എ ഫങ്ഷൻ. ആ ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ഇയറിൽ നമ്മളൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ആ ചാപ്റ്ററിന്റെ ഇൻവേഴ്സ്, അതായത് അവിടുത്തെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഇൻവേഴ്സുകളെ കുറിച്ചുള്ള സ്റ്റഡി, അതിന്റെ റിസൾട്ട് കാര്യങ്ങൾ, പിന്നെ നമുക്ക് എന്താണ് അതിനകത്ത് കുറേ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ഉണ്ട്. വളരെ കുഞ്ഞു ചാപ്റ്ററാണ്, നമുക്കൊരു 3-4 അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചു തീർക്കാൻ കഴിയുന്ന ഒരു ചാപ്റ്ററാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററും നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിരിക്കുന്ന ചാപ്റ്ററുള്ള റിസൾട്ട്സുകളും ആ ട്രിഗണോമെട്രി ഫംഗ്ഷൻസിന്റെ എല്ലാ ട്രിഗണോമെട്രി ഫംഗ്ഷൻസിന്റെയും ഡൊമൈൻ, റേഞ്ച്, അതിന്റെ ഗ്രാഫ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസും നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ നോക്കും. ഇനി നമുക്ക് മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് പറയുന്നത് ഒരു പുതിയൊരു കൺസെപ്റ്റാണ്. നമ്മൾ ഇതുവരേക്കും നമ്മൾ മാത്തമാറ്റിക്സിൽ ഇത്രയും വർഷം, അതായത് 11 വർഷം നമ്മൾ മാത്സ് പഠിച്ചപ്പോഴും പഠിച്ചിട്ടില്ലാത്ത ഒരു പുതിയൊരു കൺസെപ്റ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് മെട്രിസസ്. ഈ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ഫിസിക്സിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ പ്രോബ്ലംസിനകത്ത് മുൻപ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. എങ്കിലും ഇതിന് ബേസിക് ആയിട്ട് അതിന്റെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഈ വർഷമാണ് നമ്മൾ പഠിക്കുന്നത് മെട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇറ്റ് ഈസ് വെരി ന്യൂ കൺസെപ്റ്റ്. ഇത് വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. നമ്മുടെ ഈ 2 ടെക്സ്റ്റ് ബുക്കിനകത്തും ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് മെട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. പക്ഷേ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് നഷ്ടപ്പെടുന്ന ചാപ്റ്ററും മെട്രിസസ് ആണ്.
അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. എളുപ്പമാണെങ്കിലും വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് മെട്രിസസും. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വന്നിരിക്കുന്ന 4ാമത്തെ ചാപ്റ്റർ ഡിറ്റർമിനൻസ്. ഈ 2 ചാപ്റ്റേഴ്സ് മെട്രിസസും ഡിറ്റർമിനൻസും എന്ന് പറയുന്നത് കണക്റ്റഡ് ചാപ്റ്റേഴ്സ് ആണ്. മെട്രിസസ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പൊ ഈ 2 ചാപ്റ്റേഴ്സുകളും വളരെ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ആണ്. പക്ഷേ കെയർഫുൾ ആയി പഠിച്ചില്ലെങ്കിൽ നമുക്ക് മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. ആൻഡ് ഫിഫ്ത്ത് ചാപ്റ്റർ നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മളൊരു ബേസ് ഇട്ട് പഠിച്ച ഒരു ചാപ്റ്റർ ഉണ്ട്. അല്ലെ, നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച സമയത്ത് പഠിപ്പിക്കുന്ന അധ്യാപകർ എപ്പോഴും പറഞ്ഞു കാണും, ഈ ചാപ്റ്ററാണ് നിങ്ങളുടെ സെക്കൻഡ് ഇയറിന്റെ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ മാത്തമെറ്റിക്സിന്റെ ബേസ് എന്ന് പറയുന്നത്. കാരണം മോസ്റ്റ് ഓഫ് ദി ചാപ്റ്റേഴ്സ് ഇൻ സെക്കൻഡ് ഇയർ ഡിപ്പെൻഡ്സ് ഓൺ ദിസ് ചാപ്റ്റർ. നമ്മൾ പഠിച്ചത് ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചത് ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആ ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റിയും അതിന്റെ ഡെറിവേറ്റീവ് ലിമിറ്റ്സ് കണ്ടിന്യൂറ്റി ആൻഡ് ഡെറിവേറ്റീവ്. ഓക്കെ, ആ കാണുന്ന ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ചാപ്റ്ററാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് ഡിഫറൻസിയേഷൻ. ചാപ്റ്ററിന്റെ പേര് ഡിഫറൻസിയേഷൻ. ഓക്കെ, and finally the part 1 final chapter, the 6th chapter എന്ന് പറയുന്നത് application of derivatives. നമ്മൾ ഈ പഠിച്ചിരിക്കുന്ന ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ള റിസൾട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിലുള്ള എന്തൊക്കെ സംഗതികളുണ്ട്, എഞ്ചിനീയറിംഗ് ലെവലിലായാലും നമുക്ക് ഏതൊക്കെ രീതിയിൽ ആപ്ലിക്കേഷൻസ് നമുക്ക് ഡിഫറൻസിയേഷനിൽ കൂടെ നടത്താൻ നോക്കോ, ആ ആപ്ലിക്കേഷൻ പാർട്ടിന്റെ ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ. അതാണ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പം ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സ് നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഡിഫറൻസിയേഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിരിക്കണം. ഡിഫറൻസിയേഷന്റെ റിസൾട്ട്സുകൾ നമ്മൾ നല്ലപോലെ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിനകത്തോട്ട് മുന്നോട്ട് പോകാം. അപ്പൊ ഇതിനകത്ത് ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് ആണെങ്കിൽ കൂടിയും നമുക്ക് ഇതെല്ലാം എളുപ്പമായിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ നോക്കും. ഇതിന്റെ പ്രീവിയസ് റിസൾട്ട്സുകൾ അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ നല്ലതുപോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സുകളും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇനി നമുക്ക് രണ്ടാമത് പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിനകത്ത് നമുക്ക് ഏകദേശം 7 ചാപ്റ്റർ ഉണ്ട്. ആ 7 ചാപ്റ്ററുകളെ കുറിച്ച് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് പഠിച്ചാൽ മാത്രമേ, നല്ലതുപോലെ പഠിച്ചാൽ മാത്രമേ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് നമുക്ക് പഠിക്കാൻ ഒക്കത്തുള്ളൂ. കാരണം ഈ കാണുന്ന ചാപ്റ്റേഴ്സുകളുടെ കണ്ടിന്യൂഷൻ അവിടെ വരുന്നു. അതുകൊണ്ട് ഈ ചാപ്റ്റർ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഈ 6 ചാപ്റ്റേഴ്സുകൾ മാത്രമേ ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതിനകത്ത് ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ, ഹൈ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ആദ്യത്തെ ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. ഞാൻ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞ കണക്ക് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആ ചാപ്റ്ററിനെ കുറിച്ച് ഉള്ള പ്രീവിയസ് നോളജ് നമുക്കുണ്ടായിരിക്കണം. ഇപ്പോൾ ഞാൻ ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ളത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് എന്താണ്? റിലേഷൻസ്. എന്താണ് റിലേഷൻ? വാട്ട് ഈസ് റിലേഷൻ? ഓക്കെ, ഈ റിലേഷൻ എന്നുള്ളതിന്റെ കൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. പക്ഷെ പലരും ഇപ്പോൾ എന്തായി കാണും, മറന്നുപോയി കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് റിലേഷൻ എന്നുള്ളത് നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് നമുക്ക് ബ്രീഫായിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് റിലേഷൻ? വാട്ട് ഈസ് റിലേഷൻ? ഞാൻ പറയുന്നു, എയിൽ നിന്ന് ബിയിലോട്ട്, അതായത് എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും 2 സെറ്റാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയിൽ നിന്ന് ബിയിലോട്ടുള്ള റിലേഷൻ അല്ലെങ്കിൽ എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് നമുക്കിവിടെ നോക്കേണ്ടത്. ഞാൻ സാധനം ഡിനോട്ട് ചെയ്യുന്നത് ആർ എന്നും പറഞ്ഞിട്ട് നമ്മൾ റിലേഷൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സോ ആർ ഫ്രം എ ടു ബി, ഇറ്റ് ഈസ് ദി സബ്സെറ്റ് ഓഫ് A cross B, the cross product A cross B. Then what is A cross B? A cross B എന്താണ്? ക്രോസ് പ്രോഡക്റ്റ് A cross B എന്താണ്? അപ്പൊ ആദ്യം നമ്മൾ ഇതറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് എന്താണ്
റിലേഷൻസ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റിനകത്ത് നമുക്ക് വരാനൊക്കത്തുള്ളൂ. അപ്പോൾ വാട്ട് ഈസ് എ ക്രോസ് ബി? എ ക്രോസ് ബി എന്താണ്? മീനോത്തായിരുന്നു നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് എ ക്രോസ് ബി? ഈസ് ദി എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ordered pair xy such that x element of capital A, y element of capital B. അതായത് എയും ബിയും രണ്ട് സെറ്റുകളാണെങ്കിൽ ആ സെറ്റിനകത്തുള്ള എലമെന്റ്സുകൾ വെച്ചുകൊണ്ട് എയിലെയും ബിയിലെയും എലമെന്റ്സുകൾ വെച്ചുകൊണ്ടുള്ള ഓർഡേഡ് പെയേഴ്സ്, ആ ഓർഡേഡ് പെയേഴ്സിന്റെ സെറ്റിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ക്രോസ് പ്രോഡക്റ്റ് എ ക്രോസ് ബി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അപ്പോൾ അവിടെ എക്സ് വൈ എന്ന് പറയുന്ന ഓർഡേഡ് പെയർ എഴുതണമെങ്കിൽ അതിനകത്ത് എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി the element in capital A and y should be the element in capital B. എങ്കിൽ മാത്രമേ നമുക്ക് എ ക്രോസ് ബി നമുക്കിവിടെ ഡിഫൈൻഡ് ആവത്തുള്ളൂ. ഓക്കെ, ഇനി തിരിച്ച് വൈ എക്സ് എഴുതുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് ബി ക്രോസ് സി. ഓക്കെ, അപ്പോൾ എ ക്രോസ് ബി എന്ന് പറയുന്ന ഡെഫിനിഷൻ, അതായത് എ ക്രോസ് ബി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് ആൾ ഓർഡേർഡ് പെയേഴ്സ് എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ ആൻഡ് വൈ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ ബി. ഈ കാണുന്ന ക്രോസ് പ്രോഡക്റ്റിന്റെ ഏതൊരു സബ്സെറ്റിനെയും, നമുക്ക് ഒരു സബ്സെറ്റിനെ മാത്രമല്ല ഏത് സബ്സെറ്റിനെയും നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? ഇറ്റ് ഇസ് എ റിലേഷൻ. അത് റിലേഷനാണ് നമുക്ക് പറയുന്നത്. അതായത് എയിലുള്ള എലമെന്റ്സും ബിയിലുള്ള എലമെന്റ്സുമായിട്ട് ഒരു ബന്ധം വന്നിരിക്കുന്നു. ആ ബന്ധം ചിലപ്പോൾ രണ്ടുപേർക്ക് അപ്പുറത്ത് രണ്ടുപേരുമായിട്ട് മാത്രമായിരിക്കും ബന്ധം വന്നിട്ടുള്ളത്. ഓക്കെ, അതുണ്ടെങ്കിൽ അത് മതി. അപ്പോൾ അതൊരു സബ്സെറ്റ് ആയിട്ട് മാറും. ആരുടെ സബ്സെറ്റ് ആയിട്ട് മാറും? എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിട്ട് മാറും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കാണുന്ന സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിലേഷൻ. ഇറ്റ് ഈസ് ഫ്രം എ ടു ബി. ബി ടു എ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത് ബി ക്രോസ് എയുടെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി എക്സ് എന്ന് പറയുന്ന സെറ്റും വൈ എന്ന് പറയുന്ന വേറെ സെറ്റുമാണെങ്കിൽ എക്സ് ടു വൈയിലുള്ള റിലേഷൻ വേണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ദ സബ്സെറ്റ് ഓഫ് എക്സ് ക്രോസ് വൈ ആയിരിക്കും. അപ്പൊ ഇതാണ് റിലേഷന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് നോക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു എയും ബിയും രണ്ട് സെറ്റുകൾ ഞാൻ കൺസിഡർ ചെയ്യും. സപ്പോസ് എ ആൻഡ് ബി ആർ ടു സെറ്റ്സ് where A is equal to set 1, 2, 3 and B is equal to set 3, 4, 5, 6, 7. ഓക്കെ, ഞാൻ എന്താ ഇവിടെ എ ക്രോസ് ബി നമുക്ക് ആവശ്യം പോലെ എലമെന്റ്സ് നമുക്ക് എഴുതാം. എ ക്രോസ് ബി എന്ന് പറയുന്നത് നമുക്ക് 1, 3 വരുന്നുണ്ട്, 1, 4, 1, 5, 1, 6, 1, 7, 2, 3, 2, 4, 2, 5, 2, 6, 2, 7, next 3, 3, 3, 4, 3, 5, 3, 6, 3, 7. ഇത്രയും എലമെന്റ്സുകൾ നമുക്ക് എ ക്രോസ് ബിയിലുണ്ട്. നമുക്ക് ഞാൻ ഒരു റിലേഷൻ ഞാനിവിടെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ആർ ഈസ് ഡിഫൈൻഡ് ഫ്രം ക്യാപിറ്റൽ എ ടു ക്യാപിറ്റൽ ബി സച്ച് ദാറ്റ് ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ 3 1, 3, 2, 4, 3, 5. ബിക്കോസ് റിലേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ആരുടെ സബ്സെറ്റ് ആണ്? എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ്. അപ്പോൾ എ ക്രോസ് ബിയുടെ എലമെന്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഓർഡേർഡ് പെയർ ആയിരിക്കും. അപ്പോൾ റിലേഷൻ എന്തായിരിക്കണം? ഓർഡേർഡ് പെയർ ആയിരിക്കും. ഇവിടെ 1, 3, 2, 4, 3, 5 ഇങ്ങനെ മൂന്ന് എലമെന്റ്സുകളാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. 3 ഓർഡേർഡ് പെയർസ് ആണ് എഴുതിയിരിക്കുന്നത്. ഇവിടെയുള്ള എലമെന്റ്സുകൾ തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ് ഇവിടുത്തെ ബന്ധം എന്ന് പറയുന്നത്? നോക്കിയാണ് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ഞാൻ എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് ഞാൻ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. നമ്മൾ ഓർഡർ നമ്മളിപ്പോൾ എന്താണ് കോർഡിനേറ്റ്സ് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നമ്മൾ ഇതിന് എക്സ് കോർഡിനേറ്റും ഇതിനെ വൈ കോർഡിനേറ്റും നിങ്ങൾ അങ്ങനെ തന്നെ വിളിച്ചോളൂ. എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും. ഇവിടെ എക്സ് കോർഡിനേറ്റ് 1 ആണ്, വൈ കോർഡിനേറ്റ് 3 ആണ്. ഇവിടെ എക്സ് കോർഡിനേറ്റ് 2 ആണ്, അപ്പോൾ വൈ കോർഡിനേറ്റ് 4 ആയി. ഇവിടെ എക്സ് കോർഡിനേറ്റ് 3 ആണ്, അവിടെ വൈ കോർഡിനേറ്റ് 5 ആയിട്ട് മാറും. ദാറ്റ് മീൻസ് ഇവർ തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റിൽ നിന്നും കാട്ടി എത്ര കൂടുതലാണ് ഇവിടുത്തെ വൈ കോർഡിനേറ്റ്? 1 നിന്നും കാട്ടി 2 കൂടുതലാണ് 3. ഇവിടെ 2 നിന്നും കാട്ടി 2 കൂടുതലാണ് 4. 3-നോട് 2 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഇവിടുത്തെ വൈ കോർഡിനേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് ഈ കാണുന്ന റിലേഷനകത്ത് എക്സ് കോർഡിനേറ്റിന്റെ 2 കൂടുതലാണ് ആരെന്ന് പറയുന്നത്? വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. That is how we can write R is equal to set of all ordered pair x, y such that ഇവിടെ y എന്ന് പറയുന്നത് എന്താണ്? എക്സ് കോർഡിനേറ്റ് എന്ന് കാട്ടി എത്ര കൂടുതലാണ്? 2x8. സോ 2 കൂടുതൽ. സോ y is equal to x plus 2. ഓക്കെ, where x element of capital A and y element of capital. അപ്പോൾ ഇതാണ് ഇവിടത്തെ എന്ന് പറയുന്നത് റിലേഷൻ എന്ന് പറയുന്നത്.
അപ്പം റിലേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. എ ക്രോസ് ബിയുടെ ഏതൊരു സബ്സെറ്റിനെ നമുക്ക് റിലേഷൻ എന്ന് വിളിക്കാം. അങ്ങനെ ഞാനൊരു സബ്സെറ്റ് ഞാൻ ഇങ്ങനെ ഒരു എയും ബിയും രണ്ട് സെറ്റുകൾ ഞാൻ കൺസിഡർ ചെയ്തു. അവിടെ എ ക്രോസ് ബി എനിക്ക് നമുക്കറിയാം, നമ്മളത് ഡിഫൈൻ ചെയ്തു. അതിനുശേഷം ഞാൻ അതിൻ്റെ ഒരു സബ്സെറ്റ് ഞാൻ എഴുതി. ആ സബ്സെറ്റിൽ നിന്ന് ഒരു റിലേഷൻ ഞാൻ എങ്ങനെ എഴുതും, അതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ തന്നെ നമുക്ക് ഈ റിലേഷൻ ഞാൻ എഴുതി വെച്ചു. ഇതിനെ നമ്മൾ ഏത് മെത്തേഡ് എന്ന് പറയും? ഇങ്ങനെ ഒരു സെറ്റ് എഴുതുന്നതിന് നമ്മൾ വിളിക്കുന്ന പേര് റോസ്റ്റർ മെത്തേഡ്. ഓക്കെ, ഈ റോസ്റ്റർ മെത്തേഡിനകത്ത് ഞാൻ എന്ത് ചെയ്തു? ഒരു റിലേഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. ആ റിലേഷനകത്ത് ഞാൻ പറഞ്ഞു എക്സ് കോർഡിനേറ്റും ഉണ്ട്, വൈ കോർഡിനേറ്റും ഉണ്ട്. ഈ എക്സ് കോർഡിനേറ്റുകളുടെ സെറ്റ്, അതായത് 1, 2, 3 എന്ന് പറയുന്ന ആ ഫസ്റ്റ് എലമെന്റ്, എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ വിളിക്കും ഫസ്റ്റ് എലമെന്റ് എന്ന് വിളിക്കും. ആ ഫസ്റ്റ് എലമെന്റുകളുടെ സെറ്റ് നമ്മൾ വിളിക്കുന്ന പേര് ഡൊമൈൻ ഓഫ് ദി റിലേഷൻ എന്ന് വിളിക്കും. ഓക്കെ, ഇതാണ് ഡൊമൈൻ ഓഫ് ദി റിലേഷൻ. ഇനി സെക്കൻഡ് എലമെന്റ്സ് അല്ലെങ്കിൽ വൈ കോർഡിനേറ്റ്, ആ വൈ കോർഡിനേറ്റുകളുടെ സെറ്റ് നമ്മൾ വിളിക്കുന്ന പേര് റേഞ്ച് എന്ന്. അപ്പോൾ ഒരു റിലേഷനും നമ്മൾ എന്ത് പറയുന്നുണ്ട്? രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഡൊമൈനും ഉണ്ട്, റേഞ്ചും ഉണ്ട്. ഓക്കെ, ആ ഡൊമൈൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സെറ്റുകളുടെ ഫസ്റ്റ് എലമെന്റുകളുടെ സെറ്റ് നമ്മൾ വിളിക്കുന്ന പേര് ഡൊമൈൻ എന്നും, സെക്കൻഡ് എലമെന്റുകളുടെ സെറ്റ് നമ്മൾ വിളിക്കുന്ന പേര് റേഞ്ച് എന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇവിടുത്തെ ഈ കാണുന്ന റിലേഷന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് 1, 2, 3 ആണ്. ഓക്കെ, ഇവിടെ കാണുന്ന റേഞ്ച്, ഈ കാണുന്ന റിലേഷന്റെ റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് 3, 4, 5 ആണ്. ഓക്കെ, ഇതാണ് ഡൊമൈനും റേഞ്ചും. ഒരു റിലേഷന്റെ ഡൊമൈനും റേഞ്ചും എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് റിലേഷൻസിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഈ റിലേഷന്റെ ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് നമ്മൾ പോകാൻ പോകുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് റിലേഷൻ ഓൺ എ സെറ്റ്? എന്താണ് റിലേഷൻ ഓൺ എ സെറ്റ്? വാട്ട് ഈസ് റിലേഷൻ ഓൺ എ സെറ്റ് ക്യാപിറ്റൽ? ക്യാപിറ്റൽ എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സെറ്റ് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നു. നമ്മൾ നേരത്തെ റിലേഷൻ ഡിഫൈൻ ചെയ്ത സമയത്ത് നമുക്ക് അവിടെ രണ്ട് സെറ്റുകൾ നമ്മൾ പറയേണ്ടി വന്നു. എ എന്നും ബി എന്നും പറഞ്ഞുള്ള രണ്ട് സെറ്റുകൾ പറയേണ്ടി വന്നു. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എ ക്രോസ് ബി ഡിഫൈൻ ചെയ്യാനൊക്കത്തുള്ളൂ. എങ്കിൽ മാത്രമേ അതിന്റെ സബ്സെറ്റ് ആയിട്ട് നമുക്ക് റിലേഷൻ നമുക്ക് പറയാനൊക്കത്തുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്? റിലേഷൻ ഓൺ എ സെറ്റ് ക്യാപിറ്റൽ. ഒറ്റ സെറ്റ് മാത്രമേ ഇവിടെ മെൻഷൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റിലേഷൻ ഓൺ എ സെറ്റ് ക്യാപിറ്റൽ? ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഇറ്റ് ഈസ് ദ റിലേഷൻ ഫ്രം എ ടു എയിൽ നിന്ന് എയിലോട്ടുള്ള റിലേഷൻ. ഓക്കെ, എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ആ സെറ്റിലേക്കുള്ള തന്നെ റിലേഷൻ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിലേഷൻ ഓൺ എ സെറ്റ് ക്യാപിറ്റൽ. Then we know that what is the relation on a set capital A? It is the subset of എയിൽ നിന്ന് ബിയിലോട്ടായിരുന്നുവെങ്കിൽ ഇറ്റ് ഈസ് സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. അപ്പോൾ എയിൽ നിന്ന് എയിലോട്ടാണെങ്കിൽ ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ. സോ റിലേഷൻ ഓൺ എ സെറ്റ് ക്യാപിറ്റൽ എ ഈസ് the subset of what is it? Subset of A cross A. The subset of A cross A. Then what is A cross A? A cross A is equal to, we can define in set-builder form. It is set of all x or y such that x comma y element of capital A. X ഉം y ഉം എവിടെയുള്ള എലമെന്റ്സ് ആയിരിക്കും? എയിലുള്ള തന്നെ എലമെന്റ്സ് ആയിരിക്കും. അങ്ങനെയുള്ള റിലേഷൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് റിലേഷൻ ഓൺ എ സെറ്റ് ക്യാപിറ്റൽ. ഓക്കെ, നമ്മൾ ഈ വർഷം നമ്മൾ ഇനിയിപ്പം പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഈ ടൈപ്സ് ഓഫ് റിലേഷൻസ് എന്ന് പറയുന്നത് അതെല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റിലേഷൻ ഓൺ എ സെറ്റ് ക്യാപിറ്റൽ, ഒരു സിംഗിൾ സെറ്റിനകത്തുള്ള റിലേഷൻ. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ടൈപ്സ് ഓഫ് റിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടൈപ്സ് ഓഫ് റിലേഷൻ.